ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുന്നേ ട്രെൻഡ്യോളിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടാമതൊരു കുക്ക് വെയർ സെറ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ കുക്ക് വെയർ സെറ്റൊക്കെ വന്നിട്ട് കുറേ ദിവസമായി, വീഡിയോ എടുത്ത് വെച്ചിട്ടും കുറേ ദിവസമായി. പക്ഷേ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും അങ്ങോട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേറെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ എടുക്കുമ്പോഴേക്കും മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ബഹളമായിരിക്കും. അവർ പുറത്ത് കളിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ മോന് വെക്കേഷനായിരുന്നു. പിന്നെ നോമ്പൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുൾ റുട്ടീൻ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. രാത്രി പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ കിടക്കുമ്പോൾ ലേറ്റാവും, പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലേറ്റാവും. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പിന്നാലെ ആയിരിക്കും. ഇപ്പോൾ മോന് സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലാണ് എനിക്ക് കറക്റ്റ് ആ ഒരു മോനെ വിട്ടതിന് ശേഷം എനിക്ക് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത നമ്മൾ കുക്കിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നമ്മൾ എടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ബാക്കിൽ ഒരു നോയ്സും ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് ലേറ്റായത്. എനിക്ക് കുക്ക് വെയർ സെറ്റ് വരാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ബൾക്ക് ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ കുക്ക് വെയർ സെറ്റും കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫസ്റ്റ് കുക്ക് വെയർ സെറ്റ് ഞാൻ ഓർഡർ ചെയ്തൊരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഒരു 1-1.5 ആഴ്ച, 1.5 അല്ല അതിലും കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. 2 ആഴ്ചയോളം എടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടാനായിട്ട്. കാരണം അത്രയ്ക്കും ബൾക്ക് ഓർഡേഴ്സാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേ ആയിരുന്നു. പിന്നെ ഈ ഡെലിവറി ലേറ്റ് ആയതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഡേറ്റിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 25 ദിറംസിൻ്റെ കൂപ്പൺ നമുക്ക് തിരിച്ച് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കിട്ടി. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 29 ദിറംസിന് വാങ്ങിച്ച സാധനം എനിക്ക് 25 ദിറംസ് തിരിച്ചും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആകെ 4 ദിറംസ് മാത്രമേ എനിക്ക് ഈ ഒരു വെയർ സെറ്റിനായിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നല്ലൊരു കുക്ക് വെയർ സെറ്റാണ്. ഡെൽക്കാസിൻ്റെ ഗ്രാനൈറ്റ് കോട്ടിങ്ങിൻ്റെ ഒരു കുക്ക് വെയർ സെറ്റാട്ടോ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ട്രെൻഡ്യോളിൽ ഒത്തിരി നല്ല ഓഫേഴ്സ് മിക്കവാറും ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ഈ കുക്കിംഗ് പോട്ടിനും കുക്കിംഗ് സെറ്റിനാണെങ്കിലും ഇങ്ങനെ ഇതിനൊക്കെ ഓഫേഴ്സ് വരാറുണ്ട്. നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴാണ് ഈ ഒരു ഓഫർ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു റമദാൻ ടൈമിൽ നല്ല സൂപ്പർ ഓഫർ തന്നെയായിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വെറും 7 ദിറംസ് 10 ദിറംസ് അത്രയൊക്കെയാണ് കുക്ക് വെയർ സെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രാനൈറ്റ് കോട്ടിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിലും 20, 30 അങ്ങനെയൊക്കെയാണ്. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പ്രൈസിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ഓരോരുത്തർക്കും കിട്ടുന്ന കൂപ്പൺ വ്യത്യാസമായിരുന്നു. ചിലർക്ക് 70, ചിലർക്ക് 50% അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് ഫസ്റ്റ് 95% കിട്ടിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് കുക്ക് വെയർ സെറ്റ് ഓർഡർ ആക്കിയപ്പോൾ 85% എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കൂപ്പൺ കോഡ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും കറക്റ്റ് എക്സാക്റ്റ് റേറ്റ് വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കുക്ക് വെയർ സെറ്റ് എന്തായാലും കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് വെറും 4 ദിറംസിന് എനിക്ക് ട്രെൻഡ്യോളിൽ നിന്ന് കിട്ടിയ ആ ഒരു കുക്ക് വെയർ സെറ്റ് എന്ന് പറയുന്നത്. 25ൻ്റെ കൂപ്പൺ തിരിച്ച് കിട്ടിയപ്പോൾ വെറും 4 ദിറംസേ ആയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള പാത്രം കേട്ടോ. ഗ്രാനൈറ്റ് കോട്ടിങ്ങിൻ്റെ ഡെൽക്കാസ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നല്ലൊരു പേര് കേട്ട ബ്രാൻഡ് തന്നെയാണ് ഈ ഡെൽക്കാസ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഒരു സോസ്പാനാണ്. ഒരു സോസ്പാനും അതിൻ്റെ തന്നെ ഒരു ലിഡ്. നമുക്ക് ചെറിയ മോര് കറി അങ്ങനെയൊക്കെ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസാക്കാൻ പറ്റുന്നതാണ്. പിന്നെ സെക്കൻഡ് വരുന്നത് ഇങ്ങനെയൊരു കടായിയാണ്. ഇത് അത്യാവശ്യം നല്ല ഉള്ളുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ കറിയും അങ്ങനെയുള്ള കറികളൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു കടായി ടൈപ്പ് ഒരു പാത്രമാണ്. പിന്നെ ഇതിൻ്റെ ലിഡും ഉണ്ട് കേട്ടോ. ഒരു ലിഡ്, ഈ ലിഡ് തന്നെ നമുക്ക് ഫ്രൈയിങ് പാനും ലിഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് കറക്റ്റ് ഫിറ്റാണ് ഫ്രൈയിങ് പാനും. അപ്പോൾ ഈ 2 പാത്രമാണ്. ഇനി അടുത്തത് വരുന്നത് ഇങ്ങനെ ഒരു ഒരു പാത്രമാണ്. ഇതിൽ
എന്താ നമുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കാം. പിന്നെ നമുക്ക് ഒരു ചെറിയ ഫാമിലിക്ക് ഒരു ബിരിയാണിയൊക്കെ വെക്കാം. ഒരു 4 ചെറിയ ഫാമിലി എന്നല്ല കേട്ടോ, ഒരു 5 പേർക്കൊക്കെ സുഖമായിട്ട് പറ്റും. 5 6 പേർക്ക് പറ്റും. അങ്ങനത്തെ ഒരു പാത്രമാണ്. പിന്നെ ഇതാണ് ഏറ്റവും വലിയ പാത്രം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. നല്ല ഉള്ളും ഒക്കെ ഉള്ള ഒരു പാത്രം കേട്ടോ. അതും അതിന് തന്നെ ലിഡും ഉണ്ട്. നല്ല എന്താ വെയിറ്റും അടികട്ടിയും ഒക്കെ ഉള്ള നല്ലൊരു പാത്രം കേട്ടോ. ഇത് നമുക്ക് എന്താ ഇൻഡക്ഷൻ ബേസ്ഡുമാണ് ഈ ഒരു ഇത്. പിന്നെ അതിൻ്റെ തന്നെ എന്താ ലിഡുണ്ട്. ലിഡൊക്കെ ഗ്ലാസിൻ്റെ ലിഡാട്ടോ വരുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ഫ്രൈങ് പാനാണ്. ഫ്രൈങ് പാന് നല്ല ഉള്ളുള്ള ഫ്രൈങ് പാനാട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. നമുക്ക് ഉണ്ടാക്കാനൊക്കെ നല്ല ചില പാത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ഇതം കിട്ടുമല്ലോ, അങ്ങനെ ഉണ്ടാക്കാൻ നല്ല സുഖമുള്ളൊരു പാത്രം കേട്ടോ. പിന്നെ ഒരു സ്പാറ്റുല വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കുക്ക് വെയർ സെറ്റിൽ വരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.